ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, everlasting comfort and durability. മഴവില്ലനായി റബ്ബർ ഉൽപാദനം കാർഷിക മേഖലയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല. നാളികേര മേഖല വിളവെടുപ്പിനായുള്ള തയ്യാറെടുപ്പിലാണ്. കുരുമുളക് വില വീണ്ടും മുന്നേറുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കിടയിൽ ഏഷ്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും റബ്ബർ ഉൽപാദനം കാർഷിക മേഖലയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. മഴ വില്ലനായി മാറിയതോടെ ടാപ്പിംഗ് ദിനങ്ങൾ കണക്കുകൂട്ടലിൽ നിന്നും ഗണ്യമായി ചുരുങ്ങിയത് ആഗോള റബ്ബർ ഉൽപാദനത്തിൽ കുറവ് വരുത്തി. റബ്ബർ ഉൽപാദനത്തിലും കയറ്റുമതിയിലും മുൻപന്തിയിലുള്ള തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബർ വെട്ട് അടിക്കടി തടസ്സപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഉൽപാദനം പ്രതീക്ഷിച്ച തോതിൽ ഉയർന്നില്ല. സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ലെന്ന തിരിച്ചറിവിൽ ഒരു വിഭാഗം നിക്ഷേപകർ റബ്ബർ അവധി വ്യാപാരത്തിൽ കാണിച്ച ഉത്സാഹം ഷീറ്റ് വില മെച്ചപ്പെടുത്തി. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ തുടർച്ചയായ 6ാം വാരത്തിലും റബ്ബർ മുന്നേറി. സംസ്ഥാനത്ത് റബ്ബർ കിലോ 191 രൂപയിൽ ഇടപാടുകൾ നടന്നു. നാളികേര മേഖല വിളവെടുപ്പിനുള്ള തയ്യാറെടുപ്പിലാണ്. പുതിയ സീസണിൽ ഉൽപാദനം ഉയരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. പിന്നിട്ട 2 വർഷങ്ങളിൽ വരൾച്ച മൂലം മച്ചിങ്ങ കൊഴിച്ചിൽ വ്യാപകമായത് നാളികേര ഉൽപാദനം കുറയാൻ ഇടയാക്കി. ഇത് വെളിച്ചെണ്ണയുടെ റെക്കോർഡ് വിലക്കയറ്റത്തിനും വഴിതെളിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ ലഭ്യത ഉയർന്നാൽ കൊപ്രയുടെ അമിത വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടയാകും. കുരുമുളക് ഉൽപാദകരും സ്റ്റോക്കിസ്റ്റുകളും ഉൽപ്പന്നവില വീണ്ടും മുന്നേറുമെന്ന പ്രതീക്ഷയിലാണ്. അൺഗാർബിൾഡ് മുളക് വില ഇന്ന് വീണ്ടും വർദ്ധിച്ച് 69,600 രൂപയായി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മലബാർ മുളകിന്റെ ലഭ്യത കുറഞ്ഞത് വ്യവസായികളെ വില ഉയർത്താൻ പ്രേരിപ്പിക്കുന്നു. ഇതിനിടയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുന്ന വേളയിൽ ചെറുകിട വിപണികൾ കേന്ദ്രീകരിച്ച് കുരുമുളക് വാങ്ങാൻ കാണിക്കുന്ന ഉത്സാഹം വിലക്കയറ്റത്തിന് അവസരമൊരുക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ കടുത്തതോടെ ക്ഷീര കർഷകർ പ്രതിസന്ധിയിൽ. തീറ്റപ്പുല്ലിന് രൂക്ഷമായ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പാൽ ഉൽപ്പാദന ചെലവ് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. എന്നാൽ ഉൽപ്പാദന ചെലവിനനുസരിച്ചുള്ള വില കർഷകർക്ക് ലഭിക്കാതായതോടെ ക്ഷീരമേഖല തകർച്ചയുടെ വക്കിലേക്കാണ് നീങ്ങുന്നത്. വേനൽ കടുത്തതോടെ തീറ്റപ്പുല്ലിന് കടുത്ത ക്ഷാമമാണ്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ 60 രൂപയ്ക്ക് മുകളിലാണ് ചെലവ്. എന്നാൽ പാൽ സൊസൈറ്റികളിൽ നിന്ന് ക്ഷീരകർഷകർക്ക് ലഭിക്കുന്നത് ശരാശരി 42 രൂപ മാത്രമാണ്. ഇതുമൂലം വലിയ തോതിൽ ചെറുകിട ക്ഷീരകർഷകർ ഈ മേഖലയിൽ നിന്ന് പിന്മാറുകയാണ്. പാൽ സംഭരണം കുറഞ്ഞതിനെ തുടർന്ന് നിരവധി ക്ഷീരസംഘങ്ങൾ പൂട്ടേണ്ട അവസ്ഥയിലാണ്. ഉൽപ്പാദന ചെലവിനനുസരിച്ച് വില ലഭിക്കാത്തതിനാൽ പുതിയതായി ആരും ക്ഷീരമേഖലയിലേക്ക് കടന്നുവരുന്നില്ല. പാൽ സംഭരണ വില വർദ്ധിപ്പിക്കുക, പാൽ വില നിശ്ചയിക്കുന്ന ചാർട്ട് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തുടനീളം ക്ഷീരമേഖലയിലെ സംഘടനകൾ പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ അനുകൂലമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം പാൽ വില വർദ്ധിപ്പിക്കാമെന്ന ക്ഷീരവികസന മന്ത്രിയുടെ വാഗ്ദാനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. വിഷയത്തിൽ ഹൈക്കോടതി 6 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്ന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അതും നടപ്പായില്ല. പാൽ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ക്ഷീര സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആശ്വാസങ്ങൾക്ക് അറുതി വരുത്തി തേങ്ങ വില വീണ്ടും കുതിക്കുന്നു. കേരളത്തിലെ വിവിധയിടങ്ങളിൽ തേങ്ങയുടെ വിലയിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. സീസൺ മാറ്റങ്ങളും ഉൽപ്പാദനത്തിലെ ഇടിവുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഡിസംബർ മാസത്തിൽ തേങ്ങയുടെ വില 85 രൂപ വരെ ഉയർന്നിരുന്നു. തുടർന്ന് വില 55 രൂപയിലേക്ക് താഴ്ന്നെങ്കിലും ഇപ്പോൾ വീണ്ടും കുതിച്ചുയരുകയാണ്. സംസ്ഥാനത്ത് പല മേഖലകളിലും കിലോയ്ക്ക് ഏകദേശം 70 രൂപയിലേക്കാണ് തേങ്ങ വില എത്തുന്നത്. നിലവിലെ വിപണി നിരക്കനുസരിച്ച് 100 രൂപയ്ക്ക് 1-2 തേങ്ങകൾ മാത്രമേ ലഭിക്കൂ എന്ന സ്ഥിതിയാണ്. മണ്ഡല മകരവിളക്ക് കാലത്ത് നെയ്തേങ്ങയ്ക്കും വഴിപാട് തേങ്ങയ്ക്കും ഡിമാൻഡ് വർദ്ധിച്ചതും വിലക്കയറ്റത്തിന് കാരണമായി. ഇതിനു പുറമെ കാലാവസ്ഥാ വ്യതിയാനവും തെങ്ങുകളെ ബാധിച്ച രോഗങ്ങളും പല പ്രദേശങ്ങളിലും നാളികേര ഉൽപ്പാദനം കുറയുകയും ചെയ്തു. തേങ്ങ വില ഉയരുന്നതോടെ വെളിച്ചെണ്ണ വിലയും വീണ്ടും വർദ്ധിക്കുമെന്ന ആശങ്ക ശക്തമാകുകയാണ്. ഇതിനിടയിൽ തമിഴ്നാട് ലോബിയുടെ നീക്കങ്ങൾ വിപണിയെ ബാധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കൊപ്രയുടെ വലിയ ശേഖരം പൂഴ്ത്തിവെച്ച് കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് വില വീണ്ടും ഉയർത്താനുള്ള തന്ത്രങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നതെന്നാണ് ആരോപണം. കൊപ്ര പൂഴ്ത്തിവെച്ച് ക്ഷാമമുണ്ടാക്കി കൊള്ളവിലയ്ക്ക് വിൽക്കാനാണ് ശ്രമം. വെളിച്ചെണ്ണ വില വീണ്ടും ഉയർന്നാൽ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ വലിയ തിരിച്ചടിയാകും. മലയാളികളുടെ അടുക്കള ബജറ്റും ഇതോടെ താളം തെറ്റാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നേന്ത്രവാഴയ്ക്ക് വിലയിടിഞ്ഞതോടെ കർഷകർ പ്രതിസന്ധിയിൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കുലകൾ എത്തുന്നതാണ് വിപണിയെ തകിടം മറിച്ചത്. ഉൽപ്പാദന ചെലവ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ വൻ തുക മുടക്കി കൃഷിയിടക്കിയവർക്ക് എന്തു ചെയ്യണമെന്നറിയാത്ത പ്രതിസന്ധിയിലാണ്. ഈ വർഷം ഏത്തക്കുല ഉൽപ്പാദനത്തിൽ മികച്ച വർധനവാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഉൽപ്പാദനം കൂടിയതിന്റെ നേട്ടം കർഷകർക്ക് ലഭിക്കുന്നില്ല. സ്വാശ്രയ കർഷക വിപണികൾ 1 കിലോ ഏത്തക്കായുടെ പരമാവധി വില 30 രൂപ മാത്രമാണ്.
ലേലം ആരംഭിക്കുന്നത് 20 രൂപയിൽ നിന്നാണ്. 30 രൂപയിലെത്തിയാൽ ലേലം ഉറപ്പിക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. വലിപ്പം കുറഞ്ഞ ഏത്തക്കായ്ക്ക് 20 രൂപയ്ക്കാണ് വില ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഗുണമേന്മയുള്ള ഏത്തക്കുലയ്ക്കും കർഷകർക്ക് ലഭിക്കുന്ന പരമാവധി വില 30 രൂപയാണ്. എന്നാൽ ഉൽപാദന ചെലവ് കണക്കിലെടുക്കുമ്പോൾ കിലോയ്ക്ക് 40 രൂപയ്ക്ക് മുകളിൽ വില ലഭിക്കണമെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപണിയിൽ നാടൻ ഏത്തക്കുലയുടെ വരവ് ഈ വർഷം വർദ്ധിച്ചിട്ടുണ്ട്. സ്വാശ്രയ കർഷക വിപണികളിൽ വിപണി ദിവസങ്ങളിൽ ശരാശരി 2000 കിലോ വരെ ഏത്തക്കുല എത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഏത്തക്കുലയ്ക്ക് കിലോയ്ക്ക് 85 രൂപ വരെ വില ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വില പകുതിയിലേക്കും താഴ്ന്നതോടെ കർഷകർക്ക് വലിയ തിരിച്ചടിയാകുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 188, RSS 5 183, ലാറ്റക്സ് 130, ജാതിക്ക 330, ജാതിപത്രി 1800, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,200, കുരുമുളക് അൺഗാർബിൾ 69,200, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 30,800, കൊപ്ര 18,850, ചുക്ക് 28,000. Agri News sponsored by Shallow Mattress, everlasting comfort and durability.